മുകൂത്തി. സൗഹൃദങ്ങളുടെയും ഒത്തുചേരലുകളുടെയും ഉത്സവമാണ് കലാമേളകൾ. കോട്ടയത്ത് നടക്കുന്ന MG സർവകലാശാല കലോത്സവത്തിലുമുണ്ട് സൗഹൃദത്തിൻ്റെ കുറച്ച് കഥകൾ. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിച്ചയാളെ കലോത്സവത്തിൽ എത്തിച്ച സൗഹൃദത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് ദിവ്യ എസ്, കോട്ടയം കഞ്ഞിക്കുഴി സ്വദേശിനി. PWDയിലെ ക്ലർക്കാണ്. 18-ാം വയസ്സിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന അസുഖം ബാധിച്ചതോടെ നടക്കാൻ സാധിക്കാതെയായി. എന്നാൽ സൗഹൃദങ്ങൾ അവളുടെ കാലുകൾക്ക് കരുത്താകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. സരൂപിനെ കുറിച്ച് കുറെ നാളായിട്ട് അറിയാം, ഫ്രണ്ട്സാണ്. അപ്പം ഇന്ന് നന്നായിട്ട് നല്ല ആർട്ടിസ്റ്റാണ്, ക്ലാസിക്കൽ പെർഫോമറാണ്. അപ്പോൾ അതുവരെ പ്രോഗ്രാം വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു അവസരം വന്നപ്പോഴത്തേനും കോട്ടയത്ത് ഇവിടെ വന്ന് കണ്ടതാണ്. കൂട്ടുകാരുടെ കൂടെയാണ് ഞാൻ വന്നത്. ഇവരാണ് എന്നെ കൊണ്ടുവന്നത്. ഇവരുടെ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ വന്നത്. ഈ വീൽ ചെയർ ഉൾപ്പെടെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇവരാണ് കുറച്ച് സംഘടിപ്പിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ചേച്ചി വരണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുമെന്ന് അറിയില്ലായിരുന്നു, പക്ഷെ വന്നപ്പോൾ വളരെയധികം സന്തോഷം. കാരണം പെർഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്നെ അനുഗ്രഹിച്ചിട്ടാണ് സ്റ്റേജിലേക്ക് വിട്ടത്. എൻ്റെ സാർ ഉണ്ടായിരുന്നു, ഗുരു ഉണ്ടായിരുന്നു, സൂരജ് സാറ്. അപ്പോൾ കയറുന്നതിന് മുന്നേ എന്നെ കാണാൻ പറ്റി. ആ ഒരു കോൺഫിഡൻസോടെ ലെവലിൽ തന്നെ കളിക്കാൻ പറ്റി. ഉറ്റ സുഹൃത്ത് കലോത്സവത്തിൽ മത്സരിക്കുന്നത് അറിഞ്ഞപ്പോൾ കലോത്സവം നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടായി. പാതി തളർന്ന ശരീരം അവിടെയും തടസ്സമായി. എന്നാൽ അവളുടെ ആഗ്രഹം സുഹൃത്തുക്കൾ ഏറ്റെടുത്തു. അങ്ങനെ കലോത്സവ വേദിയിൽ ദിവ്യ എത്തി. സുഹൃത്തായ സരൂപിൻ്റെ നൃത്തം വേദിയിൽ നടക്കുമ്പോൾ അവൾ സദസ്സിലിരുന്ന് അത് നേരിട്ട് കണ്ടു. കലോത്സവ നഗരിയിലെ കാഴ്ചകളിൽ അവൾ മുഴുകുമ്പോൾ ഇടവും വലവും ആ സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു. മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ചവരെ പരിപാലിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഇവരെയെല്ലാം ഒന്നിപ്പിച്ചത്. ആ സൗഹൃദം ദൃഢമായി വളരുകയാണ് ഓരോ നിമിഷവും. ബിബിനൊപ്പം ടോബി ജോൺസൺ, 24 കോട്ടയം. ഈ സൗഹൃദമൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു തണുപ്പ് അരിച്ചു കയറുന്നുണ്ട്. MG സർവകലാശാല കലോത്സവം തുടരുകയാണ്.